السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الحمد لله. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരിശുദ്ധമായ മജ്ലിസ് ഈ പരിശുദ്ധ രാവിൽ അല്ലാഹു പ്രത്യേകം കബൂൽ ചെയ്യട്ടെ. എന്തെല്ലാം മുറാദുകൾ നമ്മുടെ മനസ്സിലുണ്ടോ, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, നമ്മുടെ ഖൽബിൽ ഉദ്ദേശങ്ങളുണ്ടോ, അതെല്ലാം അല്ലാഹു ഹാസിലാക്കട്ടെ, സഫലീകരിക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, രോഗങ്ങൾ, കടങ്ങളെല്ലാം അല്ലാഹു നീക്കി തരട്ടെ. നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ റാഹത്തിലും സന്തോഷത്തിലുമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റബീഉൽ ആഖിർ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളൊക്കെ സമ്മേളിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഖൈറും ബറക്കത്തും നിഅമത്തും ഇറക്കി തരുന്നതോടൊപ്പം നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള ഇജാബത്ത്, ദുആഇന്റെ ഇജാബത്ത് എമ്പാടും തുറന്നു നിൽക്കുന്ന മഫ്തൂഹായ ഒരു പരിശുദ്ധ രാവും കൂടെയാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കാൻ. അൽഹംദുലില്ലാ, നമ്മൾ ഇന്നത്തെ ഈ പരിശുദ്ധ രാവിൽ പ്രത്യേകം ചൊല്ലേണ്ട, പരിഗണിക്കേണ്ട പ്രഗൽഭമായ ദിക്ർ, സ്വലാത്ത്, പ്രഗൽഭമായ ദുആ, ഇതൊക്കെയാണ് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടി ഒന്നിച്ച് ദിക്റുകൾ ചൊല്ലാം. ജദ്ദിദൂ ഈമാനകും വനവ്വിറൂ ഖുലൂബകും വസയ്യിനൂ അൽസിനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ إله إلا الله لا 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 إله إلا الله. ഇനി പരിശുദ്ധമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാൻ വേണ്ടി പറയുന്ന, അള്ളാഹുവിനോട് എല്ലാം തവക്കുലാക്കുന്ന ഒരു പരിശുദ്ധമായ ബൈത്തുണ്ട്. നമ്മുടെ കുഞ്ഞുനാൾ മുതൽക്കേ നമ്മുടെ ഉമ്മമാര് നമ്മളെ താരാട്ട് പാടി ഉറക്കിയിട്ടുള്ള ആ മനോഹരമായ ബൈത്ത് മഹാന്മാരായ സൂഫിയാക്കൾ, ഔലിയാക്കൾ യഥേഷ്ടം ചൊല്ലിപ്പോന്നതാണ്. എന്താ അതിലൂടെ പറയുന്നതെന്നറിയോ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് മതി, എല്ലാറ്റിനും എനിക്ക് പടച്ചോൻ മതി. എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്, രോഗമുണ്ട്, പ്രയാസമുണ്ട്, വിഷമങ്ങളുണ്ട്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതെല്ലാം എനിക്ക് നടത്തി തരാൻ, എനിക്ക് തരാൻ കഴിവുള്ളവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് അല്ലാഹു എനിക്ക് മതി. ഉണ്ടോ? മാത്രമല്ല, എന്റെ ഹൃദയത്തിൽ, കൽബിൽ അല്ലാഹു അല്ലാതെ വേറെ ഒന്നുമില്ല, പടച്ചോനെ മാത്രം ഞാൻ ചിന്തിക്കുകയാണ് എന്ന് പറയുന്ന തവക്കുലിന്റെ വാക്കാണ് ആ ഹസ്ബനത്ത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം, ആ ബൈത്ത് ചൊല്ലാം. എല്ലാവരും എന്റെ കൂടെ ഒരുമിച്ച് ചൊല്ലാം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സ്വല്ലല്ലാഹ് لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله.
അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി മഹാന്മാരായ സൂഫിയാക്കൾ, ഔലിയാക്കൾ എപ്പോഴും കൊണ്ടു നടന്നിരുന്ന അള്ളാഹുവിന്റെ പ്രഗത്ഭമായ സാന്നിധ്യം എപ്പോഴും കൽബിൽ കൊണ്ടു നടന്ന, ആ ഹുദൂരിയത്ത് കൊണ്ടു നടന്ന ഔലിയാക്കൾ മാത്രം ചൊല്ലി നടന്ന് അതിമുഅ്മിനീങ്ങൾ ഇന്നും ഏറ്റു ചൊല്ലുന്ന ചില പ്രഗത്ഭമായ ദിക്റുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ആ ദിക്റുകൾ നമുക്കൊന്ന് ചൊല്ലാം. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, 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 അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. أنت الهادي أنت الحق ليس الهادي إلا هو 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 يا حنان يا منان يا ديان يا سبحان 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 يا حنان يا منان يا ديان يا سبحان. അൽഹംദുലില്ലാഹ് തഖബ്ബലല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവായി ചൊല്ലിയിരുന്ന നബി തങ്ങളുടെ എപ്പോഴുള്ള ദുആയിലും ഈ ദുആ ഉണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണുന്ന ഒരു പ്രഗൽഭമായ ദുആ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ ലവലേശം പോലും വ്യതിചലിക്കാതെ, ഈമാനിന്റെ ആരോഗ്യം കുറയാതെ, മരിച്ചാലും ഉറച്ചു നിൽക്കുന്ന ഈമാനായി നമ്മുടെ ഈമാൻ നിലനിൽക്കാൻ, വിശ്വാസികളൊന്നും കേറി വരാതെ പ്രൊട്ടക്റ്റഡ് ആകാൻ നമ്മൾ ചൊല്ലേണ്ട, അവിടുന്ന് പഠിപ്പിച്ചെന്ന ഒരു ദുആയാണ് നമ്മൾ ചൊല്ലുന്നത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഖൽബറിഞ്ഞ് ചൊല്ലാം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. اللهم يا مقلب القلوب ثبت قلبي على دينك 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 اللهم يا مقلب القلوب ثبت قلبي على دينك
ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് പ്രഗൽഭമായ, നമ്മൾ ഒരുപാട് വട്ടം അതിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ഏറ്റവും മനോഹരമായ ദിക്റാണ്. അത് ഡെയിലി പാരായണം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് അവരുടെ പിന്നാലെ പോകുമെന്നാണ്. അപ്പൊ പലപ്പോഴും ദുനിയാവിന്റെ പിന്നാലെയുള്ള ഓട്ടമാണ് സമൂഹം നടത്തുന്നത്. എന്നാൽ നമ്മൾ ഇങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കുക, ദുനിയാവ്, സമ്പത്ത്, സൗകര്യങ്ങൾ, നമുക്ക് ജീവിക്കാനുള്ള അള്ളാഹുവിന്റെ റിസ്ക്, അത് നമ്മുടെ പിന്നാലെ ഇങ്ങോട്ട് വരും. അത്രയേറെ ബർക്കത്താണ്. ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധമായ ദിക്ർ ചൊല്ലിയാൽ മതി എന്നാണ്. ഒരുപാട് പോലീസ് പിന്നെയും കിട്ടാനുണ്ട്. ആ ദിക്റാണ് ഇനി നമുക്ക് ചൊല്ലാനുള്ളത്. എന്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين. لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين. لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين. അൽഹംദുലില്ലാഹ് തഖബ്ബലല്ലാഹു ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് ഹദീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വലിയ സമ്മാനമാണ്. അല്ലാഹുവിന്റെ അത്ഭുത ഇസ്മുകൾ അടങ്ങിയ, അല്ലാഹു എല്ലാ പ്രശ്നത്തെയും പരിഹരിച്ച് നൽകുന്ന, നമുക്ക് എല്ലാ ഗുണങ്ങളും നൽകുന്ന ബൈത്താണ്. ആ ഖസീദത്തു കഫാക്കയാണ് നമുക്ക് ചൊല്ലാനുള്ളത്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലാം. കഫാക റബ്ബുക കം യക്ഫീക വാകിഫതൻ കിഫ് കാഫുഹാ കകമി നിൻ കാന മിൻകലിക തകുറു കറൻ കകരിൽ കരി ഫീ കബദി തഹകീമു സകസകതൻ قلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كيف كافوها ككمي إن كان منك ليكا تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كيف كافوها ككمي إن كان منك ليكا تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഈ പരിശുദ്ധമായ റബീഉൽ ആഖിറിന്റെ ഏറ്റവും നന്മ ആഗ്രഹിക്കുന്ന ഈ പരിശുദ്ധമായ മാസം, ഈ പരിശുദ്ധമായ രാവിൽ നമുക്ക് ചൊല്ലാനുള്ളത് അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ ഏറ്റവും വലിയ മഹാനായ ഖുത്ബുൽ അഖ്താബ് അശ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ കൊണ്ടു നടന്ന സ്വലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് കണ്ടു ചൊല്ലുന്നത് പോലുള്ള സ്വലാത്ത്, സ്വലാത്തുൽ ഹുദൂരിയ്യ എന്ന് പറയാൻ പറ്റുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
ഹാളറത്തിൽ വെച്ച് ചൊല്ലുന്ന ഒരു പ്രഗൽഭമായ സ്വലാത്ത്. ആ സ്വലാത്ത് നമുക്ക് ചൊല്ലാം. എന്റെ കൂടെ എല്ലാവരും ഏറ്റു ചൊല്ലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രികിനി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രികിനി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രികിനി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രികിനി. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ. ഇനി പോരിശയാക്കപ്പെട്ട മറ്റു സ്വലാത്തിലേക്ക് കടക്കാം. എന്റെ കൂടെ എല്ലാവരും ഏറ്റു ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم
സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉലിഖ വൽ ഖാതിമി ലിമാ സബഖ വന്നാസിറിൽ ഹഖ ബിൽ ഹഖ വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം. സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. اللهم صل وسلم على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل وسلم على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل وسلم على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل وسلم على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل وسلم على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل وسلم على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. അൽഹംദുലില്ലാഹ് തഖബ്ബലല്ലാഹു അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഒരു ഫാത്തിഹ ഓതണം. ആ ഫാത്തിഹ നമുക്ക് കൂലി കിട്ടാൻ വേണ്ടി അതോടൊപ്പം നമ്മുടെ മരിച്ചുപോയ എല്ലാവരെയും അക്കൂട്ടത്തിൽ ഒന്നുകൂടെ നമ്മൾ ആഡ് ചെയ്യണം. റബീഉൽ ആഖിറിൽ മരണപ്പെട്ടു പോയ എല്ലാ സ്വാലിഹീങ്ങളും ഔലിയാക്കളും ആരിഫീങ്ങളും അവരെ നിയ്യത്ത് ചെയ്യുക. മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ പ്രത്യേകിച്ച് നിയ്യത്ത് ചെയ്യുക. ആ ഒരു നിയ്യത്തോടെ എല്ലാവരും ഫാത്തിഹ. അൽഹംദുലില്ലാഹ് തഖബ്ബലല്ലാഹു ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാം. എല്ലാ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞു പോയിട്ടുള്ള ഒരു സൂറത്താണ്. അത് നമ്മുടെ മരണവും നമ്മുടെ ഖബറും നമുക്ക് വിജയത്തിലാക്കി എടുക്കാൻ വേണ്ടി മുഅ്മിനീങ്ങൾ മുഴുവനും മുടങ്ങാതെ ഓതുന്ന സൂറത്താണ്, ഓതേണ്ട സൂറത്താണ്. അത് ഈ കൂട്ടത്തിൽ ഓതാൻ കിട്ടാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. അപ്പോ ആ സൂറത്തുൽ മുൽക്ക് നമുക്കൊക്കെ ഓതാം. എല്ലാവരും എൻ്റെ കൂടെ തെറ്റുകൂടാതെ ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبارك الذي بيده الملك وهو على كل شيء قدير
الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين واعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون قل هو الذي ذرأكم في الأرض وإليه ويقولون متى هذا الوعد إن كنتم
كنتم صادقين قل إنما العلم عند الله وإنما أنا نذير مبين فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين صدق الله مولانا العظيم الحمد لله تقبل الله അല്ലാഹു കബൂൽ ചെയ്യട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇനി നമുക്ക് ഒരു ഫാത്തിഹ ഓതണം ആ ഫാത്തിഹ നമുക്ക് കൂലി കിട്ടാൻ വേണ്ടി അതോടൊപ്പം നമ്മുടെ മരിച്ചുപോയ എല്ലാവരെയും അക്കൂട്ടത്തിൽ ഒന്നുകൂടെ നമ്മൾ ആഡ് ചെയ്യണം റബീഉൽ ആഖിറിൽ മരണപ്പെട്ടു പോയ എല്ലാ സ്വാലിഹീങ്ങളും ഔലിയാക്കളും ആരിഫീങ്ങളും അവരെ നിയത്ത് ചെയ്യുക മുഹീദി ശൈഖ് തങ്ങളെ പ്രത്യേകിച്ച് നിയത്ത് ചെയ്യുക ആ ഒരു നിയത്തോടെ എല്ലാവരും ഫാത്തിഹ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم إنا نسألك الهدى والتقى والعفاف والغنى يا رب العالمين أرحم الراحمين الملك الجبار راج سيداയ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ് ഞങ്ങൾ ഓതിയതും പറഞ്ഞതും ഒരുമിച്ച് കൂടിയതും ചൊല്ലിയതുമെല്ലാം നീ സ്വീകരിക്കണേ റബ്ബേ പടച്ചവനെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ റൗദാ ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാഹ് അംബിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ സുഹദാക്കൾ അല്ലാഹുവേ ഖൈർ ഇൽമ സ്വലാഹിന്റെ ആളുകൾ ഞങ്ങൾ
ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കള്, വല്ലുപ്പമാര്, വല്ലുമ്മമാര്, കാരണവന്മാര്, പടച്ചവനെ വേണ്ടപ്പെട്ടവർ, അയൽവാസികള്, മഹല്ലത്തുകാര്, ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങളുടെ മജ്‌ലിസിലൊക്കെ പങ്കെടുത്ത പലരും ഖബറിൽ പോയവരിലുണ്ട്. പടച്ചവനെ അവരുടെ കുടുംബക്കാര്, ഞങ്ങളുടെ കുടുംബക്കാര് പലരും ഖബറിലാണ്. അല്ലാഹുവേ, ഖബറിലേക്ക് നീ ഇതിന്റെ മിഥില സവാബിനെ എത്തിക്കണേ അല്ലാ. പടച്ചവരെ, സാധുക്കളായി ഞങ്ങൾക്ക് ഇജാബത്ത് തുറന്നു നൽകണേ അല്ലാ. ഈ പരിശുദ്ധമായ രാവിലെ അല്ലാഹുവേ, നിന്റെ റഹ്മത്തിന്റെ തിരുനോട്ടം ഞങ്ങളെ നോക്കണേ അല്ലാ. പടച്ചവനെ, നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല അല്ലാ. അല്ലാഹുവേ, നിങ്ങൾക്ക് അഫൂ നൽകണേ അല്ലാ, മാപ്പ് നൽകണേ റബ്ബേ. നിങ്ങളുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, രോഗങ്ങളൊക്കെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, പല നിലക്കുമുള്ള ശാരീരികമായ, മാനസികമായ, കുടുംബപരമായ, സാമ്പത്തികമായ പല പ്രയാസങ്ങളും വിഷമങ്ങളും ഉള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ദുആർക്കാൻ പറഞ്ഞവരിലുണ്ട്. പടച്ചവരേ, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന റബ്ബേ, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരണേ അല്ലാ. അപകടങ്ങൾ, അപകട മരണങ്ങൾ, മാരകമാണ് രോഗങ്ങൾ, പടച്ചവരേ, ഞങ്ങളുടെ കുടുംബക്കാർ ഞങ്ങളെ മരിച്ചു കിട്ടാൻ കൊതിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ഒരു വിഷമവും തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ക്ലാസ്സിലും മജ്‌ലിസിലൊക്കെ റബ്ബേ, രോഗമായിട്ടും ക്ഷീണമായിട്ടും തിരക്കായിട്ടും മുടങ്ങാതെ പങ്കെടുക്കാൻ ഓടി വരുന്നവര്, പടച്ചവരെ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. രോഗങ്ങളുള്ളവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ റബ്ബേ. പടച്ചവരെ, ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവര്, മരിച്ചുപോയവര് പലരുമുണ്ട് റബ്ബേ. സ്വർഗം കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നിങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഭാര്യ, ഭർത്താക്കന്മാര്, സന്താനങ്ങൾ, വേണ്ടപ്പെട്ടവർ, കുടുംബാദികൾ, അയൽവാസികൾ, പടച്ചവരെ ഖൈർ നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അൻവാറെ ഫജറിന്റെ കുടുംബത്തിലും മജ്‌ലിസിന്റെ കുടുംബത്തിലും ഒരുപാട് മക്കളുണ്ട് റബ്ബേ. പടച്ചവനെ, ദുനിയാവിലും ആഖിറത്തിലും ഖബറിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. റബീഉൽ ആഖിറിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ, റബീഉൽ ആഖിറിന്റെ പരിശുദ്ധമായ രാവിൽ, പടച്ചവരെ ഞങ്ങളുടെ തേട്ടം നീ സ്വീകരിക്കണേ അല്ലാ. മഹാന്മാരാണ് ഔലിയാക്കൾ, മഹാന്മാരാണ് സൂഫിയാക്കൾ, മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അടക്കമുള്ള ഈ പരിശുദ്ധമായ റബീഉൽ ആഖിറിൽ വഫാത്തായി പോയ മുഴുവൻ സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, സൂഫിയാക്കൾ, പടച്ചവരെ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ അവിടെ ഖബറിലേക്ക് തന്നെ മിഥിലതാബ് എത്തിച്ചു കൊടുത്ത് അവരുടെ പൊരുത്തവും ദുആയും മദതും ഞങ്ങൾക്ക് തുറന്നു നൽകണേ അല്ലാ. പടച്ചവരെ, ഞങ്ങളുടെ കച്ചവടങ്ങൾ, ഇടപാടുകൾ, ബന്ധങ്ങൾ, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ, ഞങ്ങളുടെ എല്ലാ ഹറക്കാത്ത് സക്കനാത്തുകളും ബറക്കത്ത് നിന്റെ മഹദ് ഫദ്ല് കൊണ്ട്, ഹബീബിന്റെ ഹക്ക് ജാഹ് കൊണ്ട് തുറന്നു നൽകണേ അല്ലാ. പടച്ചവരെ, ലോക മുസ്ലിമീങ്ങൾക്ക് സന്തോഷം, സമാധാനം, വിജയം നൽകണേ അല്ലാ. പീഡിപ്പിക്കപ്പെടുന്നവർ ഏതു ഭാഗത്തുണ്ടെങ്കിലും വിജയം കൊടുക്കണേ അല്ലാ. പടച്ചവരെ, എല്ലാവിധ ശർറുകൾ, മുസീബാത്തുകൾ, ഫിത്നാത്തുകൾ എല്ലാറ്റിനെ തൊട്ടും ഞങ്ങൾക്ക് കാവൽ തരണേ അല്ലാ. നിന്റെ ഹിഫ്ള് തരണേ അല്ലാ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞിട്ട് മുഅ്മിനീങ്ങൾ മരിക്കുന്നത് പോലെ നെറ്റി വിയർത്ത് മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവരെ, ഞങ്ങളുടെ കൽവിൽ ഏതേത് നേരത്തും നിന്റെ ദിക്ർ, ഫിക്ർ, ശുക്റാക്കണേ അല്ലാ. പടച്ചവരെ, നിന്നെ കുറിച്ച് ഓർക്കാനുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് തുറന്നു നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ വന്നിരാണ് ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, നീ സ്വർഗത്തിന്റെ പരിശുദ്ധമായ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. നിങ്ങളെ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات
إنك مجيب الدعوات وقاضي الحاجات. اللهم رب ارحمهما كما ربياني صغيرا، رب ارحمهما كما ربياني صغيرا، رب ارحمهما كما ربياني صغيرا. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.